ജീവനക്കാർക്കെതിരെ വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയിൽ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് മേധാവി വി ശ്രീകുമാറിനെതിരെ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയായിരുന്നു. ഉമേഷ്, താങ്കൾക്ക് തുടരാം. തീർച്ചയായും എസ്കെൻ, കഴിഞ്ഞ ഒക്ടോബർ മാസം 3-ാം തീയതിയായിരുന്നു ഈ പരാതിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. എറണാകുളത്ത് നടക്കുന്ന അവലോകന യോഗത്തിൽ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം ഡയറക്ടർ നേരിട്ടെത്തുകയും ചില ഉദ്യോഗസ്ഥർക്കെതിരെ ജാതീയ വർഗീയ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് പരാതി. കൂടാതെ ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു വനിതാ ജീവനക്കാർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയെന്നും പരാതിയുണ്ട്. ഈ രണ്ട് പരാതികളും 39 ജീവനക്കാർ, അതായത് അന്ന് അവലോകന യോഗത്തിൽ പങ്കെടുത്ത എറണാകുളം മേഖലയിലെ 39 ജീവനക്കാരും ഒന്നിച്ചൊപ്പിട്ട് വിവിധ സർവീസ് സംഘടനകൾ കൈമാറുന്നു. അസാധാരണമായ ഒരു രീതിയായിരുന്നു അന്ന് 39 ജീവനക്കാരും ഒന്നിച്ച് ഒരു പരാതിയിൽ ഒപ്പിട്ട് കൈമാറുന്ന രീതി. അതിനുശേഷം സർവീസ് സംഘടനകൾ, ആദ്യം പ്രതിപക്ഷ സർവീസ് സംഘടനകളാണ് പരാതി നൽകാൻ തയ്യാറായത്. അതിനുശേഷം NGO യൂണിയനും കേരള ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷനും ഈ പരാതി ടേക്കപ്പ് ചെയ്തു. പിന്നാലെ പ്രതിപക്ഷ നേതാവും പരാതി നൽകി. ഒടുവിൽ ഈ പരാതിയിന്മേൽ ഇപ്പോൾ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. മുഹമ്മദ് ഷഫീഖ് IAS അന്വേഷണം നടത്തും. 1 മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ ഉത്തരവിൽ പറയുന്നത്. SKN.